ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നെക്കിൻ്റെത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബോഡി പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലെയർ പോലെ ബോൾ ചെയിൻ ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പകുതിയാക്കിയിട്ട് ആ ഒരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. റൗണ്ട് ബീഡും ഷുഗർ ബീഡും വച്ചിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബോൾ ചെയിൻ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് റൗണ്ട് കുന്തൻ സ്റ്റോൺ ആണ് ഞാനവിടെ വെച്ച് കൊടുത്തത്. ഇപ്പം ആ ബ്ലൗസിൻ്റെ സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും കവറാവുന്ന രീതിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 12 എണ്ണം വേണ്ടി വരും. ആ 12 കട്ട് ബീഡ്സ് ഇതുപോലെ എടുത്തിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ വച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊരു 3ഓ 4ഓ നോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഡിസൈൻ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാൻ താല്പര്യമുള്ളവരെ കയറി കണ്ട് നോക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 4 ഷുഗർ ബീഡ് ഒരു സീക്വൻസ് ആ ഒരു രീതിക്ക് എടുത്തിട്ട് ആ റൗണ്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് ഫുള്ളായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡിസൈൻ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം ഇത് എൻ്റെ തന്നെ ബ്ലൗസ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ തയ്യൽ പുറത്ത് കാണാനായിട്ട് പറ്റും. ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ പകുതി ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇപ്പുറ സൈഡും കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മൾ എനിക്കാണെങ്കിൽ ബോഡി ഫുള്ള് വർക്ക് വേണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കട്ടി കുറച്ച് വരയ്ക്കുന്നത് ഇൻ കേസ് തെറ്റിപ്പോയാൽ മായ്ക്കണമല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സമയം എൻ്റെ മനസ്സിൽ വന്നൊരു ഡിസൈൻ അങ്ങ് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്തന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് ആ നടുക്ക് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ഫുള്ള് കവറാവുന്ന രീതിക്ക് റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണോ നീഡിൽ പൊക്കിയെടുക്കുന്നത് അവിടെ തന്നെ നീഡിൽ താത്തി ഇറക്കിയതിന് ശേഷം ആ ഒരു കുന്തൻ സ്റ്റോണിന് കവറാവുന്ന രീതിക്ക് അതൊന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു 2-3 നോട്ട് കൊടുക്കുമ്പോഴത്തേനും അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഞാൻ അവിടെ ഒരു ഫ്ലവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹാഫ് ബീഡും ഒരു ഷുഗർ ബീഡും ആ ഒരു രീതിക്ക് ഇതുപോലെ എടുത്തിട്ട് 4 സൈഡ് ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് 4 സൈഡ് ഒന്ന് കുരിശ് പോലെ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് വച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പറ്റുമെന്നുള്ളവർ ഈ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ 4 സൈഡ് വച്ച് കൊടുക്കുക. നമുക്ക് എന്നിട്ട് അതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസോ ബുക്കിങ്ങോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹാഫ് ബീഡിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് ഒരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും ഒരു സീക്വൻസും ആ ഒരു രീതിക്ക് നമ്മളിത് ഇതുപോലെ വച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റെമ്മ് പോലെ വരച്ച ഭാഗത്ത് ഓരോ കട്ട് ബീഡായിട്ട് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അത്രയും ക്ഷമയും സമയവും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. കാരണം എനിക്കന്ന് എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്ന രീതിക്കാണ് ഇത് ഓരോന്നായിട്ട് ചെയ്ത് എടുത്തത്. പിന്നെ നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ
നമുക്ക് ഒരേ കണക്ക് അതിനോട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ദേ അവിടെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് ബീഡും ഷുഗർ ബീഡും സീക്വൻസും നേരത്തെ കൊടുത്തതുപോലെ തന്നെ ആ ഫ്ലവർ ചെയ്യാൻ കൊടുത്തില്ലേ അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ 3 വച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ അതിനെ കവർ ചെയ്ത രീതിക്ക് കട്ട് ബീഡ്സ് ഇങ്ങനെ ആ ഒരു ഷേപ്പിന് വച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. നിങ്ങളത് കണ്ടു നോക്കൂ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഓരോ കട്ട് ബീഡായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി. കാരണം ഭയങ്കര മെനക്കേടാണ്. ഒരുപാട് സമയം നമുക്ക് ഇതിൽ പോവും. ഇപ്പോൾ ആരി വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ ഇത് ആ എൻഡിൽ വരുന്ന ഭാഗത്ത് ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സെയിം ചെയ്തതുപോലെ തന്നെയാണ് ഒരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും സീക്വൻസും വെച്ചിട്ട് ഒരു 3 നമ്മളത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയ്ക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ആ ഒരു രീതിക്ക് ചെയ്തെന്നേ ഉള്ളൂ. ഈ മെറ്റീരിയൽസിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ കട്ട് ബീഡ്സ് കൂടുതൽ യൂസ് ചെയ്ത ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മുകൾ സൈഡ് ചെയ്തതുപോലെ തന്നെ താഴെയും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 കട്ട് ബീഡ് ഇതുപോലെ വച്ചിട്ട് ചരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലീഫ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ താഴ്ന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഫസ്റ്റത്തെ ഒരു ലെയർ വച്ചിട്ട് ഒരു കട്ട് ബീഡ് വിട്ടിട്ടാണ് അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ 3ാമത്തെ ചെയ്യുമ്പം വീണ്ടും അവിടെ നിന്നൊരു ലെയർ ഒരു കട്ട് ബീഡ് വിട്ടിട്ടാണ് പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് ലീഫ് ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ കാണുമ്പം സിമ്പിൾ ആണെങ്കിലും ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ഫ്രണ്ടിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാരി കാണാത്ത ഒരു ഭാഗത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഇതാണ്, വെഡ്ഡിങ്ങിന് എടുത്തതാണ്. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.